ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ള ബാംഗ്ലൂർ ഐക്യയിലാണ്. വീട്ടു സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മാള്. നിങ്ങൾക്ക് നാഗസാന്ദ്ര മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഐക്യയിലേക്ക് ഡയറക്റ്റ് എൻട്രി ആണ് ഉള്ളത്. ഒരു വീട്ടിലേക്ക് വേണ്ട A to Z കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. 493 ബ്രാഞ്ചസും 63 കൺട്രിയിലായി നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് കൂടിയാണ് ഐക്യ. ബെഡ് സെറ്റ്, ടേബിള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇവർ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള പ്രൊഡക്റ്റുകളാണ് ഇവരുടെ എല്ലാം ഉള്ളത്. കാർപ്പറ്റ് ആണെങ്കിലും കർട്ടൻസ് ആണെങ്കിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവരുടെ ഉള്ളത്. ഒരു വീട് പുതുതായിട്ട് പണി കഴിപ്പിച്ച് അതിൻ്റെ ഇൻറ്റീരിയൽ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇവരുടെ എല്ലാം ഉള്ളത്. കർട്ടൻ ആണെങ്കിലും കാർപ്പറ്റ് ആണെങ്കിലും ബെഡ് സെറ്റ് ആണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ പുറത്ത് എവിടെയും കിട്ടാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. മഗ്, കപ്പ്, അതുപോലെ തന്നെ പാത്രങ്ങൾ, അതും വെറൈറ്റി ആയിട്ടുള്ള പലതരം കളേഴ്സിലാണ് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കുറച്ചകലെ നാഗസാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഐക്യ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വാഹനങ്ങൾ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ മെട്രോയിലാണ് വരുന്നതെങ്കിൽ കൊച്ചിയിൽ എടപ്പള്ളി ഇറങ്ങി ലുലു മാളിൽ കയറുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. മെട്രോയിൽ നാഗസാന്ദ്ര എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻട്രിയാണ് ഇതിൻ്റെ അകത്തേക്കുള്ളത്. അങ്ങനെ ഫുഡ് കോർട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഫുഡൊക്കെ നമ്മൾ സെൽഫ് സർവീസ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ട്രോളി എടുത്ത് ഒരു ട്രേ എടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ പ്രൈസ് ഉണ്ട്. അതിൻ്റെയൊക്കെ കേക്ക്സ്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, കൂടുതലായിട്ട് സ്വീഡിഷ് ഫുഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ പോയപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞത് സ്വീഡിഷ് ഫുഡായിരുന്നു. എനിക്ക് തോന്നുന്നു സ്വീഡിഷ് ബ്രാൻഡ് ആയതുകൊണ്ട് സ്വീഡിഷ് ഫുഡായിരിക്കും ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് വേണ്ട ഫുഡൊക്കെ എടുത്ത് ഞാൻ ബിൽ കൗണ്ടറിൽ പോയി ബില്ല് ചെയ്തു. ഒരു 99 റുപ്പീസിന് ഒരു അൺലിമിറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. അതുകൂടി ഞാൻ വാങ്ങിച്ചു. പക്ഷേ അതിലുള്ള ഫ്ലേവേഴ്സൊക്കെ ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും വന്ന് മറിക്കുന്നുണ്ടായിരുന്നു. ഞാനും കുടിച്ചു നോക്കി. സ്വീറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ. അതിലൊരു ബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു, ഒരു റെഡ് കളറായിട്ട്. അത് അത്യാവശ്യം നമുക്ക് കുടിക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക്സ് ആയിരുന്നു. നിങ്ങൾ ഐക്യയിൽ വന്നപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഐക്യയെക്കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.